നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 3 മരണങ്ങൾ. 5 പേരെ കാണാനില്ല. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമമാർഗം നാട്ടിലെത്തിക്കും. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്ക്. ആർത്താറ്റ് സ്വദേശികളായ 37 വയസ്സുകാരി സുരഭിയും 12 വയസ്സുകാരനായ മകൻ സൗരവുമാണ് ആക്രമണത്തിനിരയായത്. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പിതാവ് ജ്യൂസിൽ എലിവിഷം നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. ഭാര്യ ഉപേക്ഷിച്ചു പോയതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഇരയായ 7 വയസ്സുകാരി ഹൃതികയാണ് മരിച്ചത്. വാർത്തകൾ വിശദമായി. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമ പരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. സാങ്കേതിക നിയമ പരിശോധന നടത്തും. പാരിസ്ഥിതിക അനുമതി ലഭിച്ച വേളയിൽ കേന്ദ്രം നൽകിയ നിർദ്ദേശങ്ങളും നിബന്ധനകളും പാലിച്ചാണോ പണി നടക്കുന്നതെന്നതിൽ പരിശോധന നടത്തും. ഈ 2 അന്വേഷണങ്ങൾക്കും ശേഷം മാത്രമേ തുരങ്കപാത നിർമ്മാണം പുനരാരംഭിക്കുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. അതേസമയം വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 3 മരണമാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. ജാർഖണ്ഡ് സ്വദേശികളായ തൊഴിലാളി അൻമോൽ റായ്, ബീഹാർ സ്വദേശിയായ സിവിൽ ഫോർമാൻ ബികാഷ് കുമാർ സിംഗ്, മധ്യപ്രദേശ് സ്വദേശിയായ ഓപ്പറേറ്റർ ചന്ദ്രപാൻ പാൽ എന്നിവരാണ് മരിച്ചത്. 9 പേർ പരിക്കേറ്റ് ചികിത്സയിലാണ്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇവർക്കായി ഇന്ന് രാവിലെ തെരച്ചിൽ തുടങ്ങി. മണ്ണിടിച്ചിലിൽ മരിച്ച 3 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ രാത്രിയോടെ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. വ്യോമമാർഗം മൃതദേഹങ്ങൾ അവരവരുടെ നാട്ടിലെത്തിക്കും. പെരുമ്പിലാവിൽ അച്ഛൻ എലിവിഷം നൽകിയ 7 വയസ്സുകാരി മരിച്ചു. ആനക്കല്ലിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി മുത്തുവിന്റെ മകൾ ഹൃതികയാണ് മരിച്ചത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെ പുലർച്ചെ 2:15ഓടെയാണ് മരിച്ചത്. കുട്ടിയുടെ മൂത്ത സഹോദരൻ റിധിനും എലിവിഷം ഉള്ളിൽ ചെന്ന ചികിത്സയിലാണ്. ഭാര്യ പിണങ്ങിപ്പോയ മനോവിഷമത്തിലാണ് മുത്തു മക്കൾക്ക് വിഷം നൽകിയ ശേഷം സ്വയം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കഴിഞ്ഞ 5-ാം തീയതി പെരുമ്പിലാവ് മുഖ്യപീടികയിലുള്ള മുത്തുവിന്റെ സഹോദരി കവിതയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. കുട്ടികൾക്ക് കുടിക്കാൻ നൽകിയ ജ്യൂസിൽ ഇയാൾ എലിവിഷം കലർത്തി നൽകുകയായിരുന്നു. മക്കൾ ഇത് കുടിച്ചതിന് പിന്നാലെ മുത്തുവും ഇതേ വിഷം കഴിച്ച് ജീവനൊടുക്കാൻ തുനിഞ്ഞു. ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇയാൾ പോലീസ് നിരീക്ഷണത്തിൽ കഴിയവേ കസ്റ്റഡിയിൽ നിന്നും ചാടിപ്പോയിരുന്നു. സംഭവത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിൽ ചൊവ്വാഴ്ച രാവിലെ പെരുമ്പിലാവിലെ വീടിന് സമീപത്തു വെച്ചാണ് കുന്നംകുളം പോലീസ് ഇയാളെ വീണ്ടും പിടികൂടിയത്. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്ക്. ആർത്താറ്റ് സ്വദേശികളായ 37 വയസ്സുകാരി സുരഭിയും 12 വയസ്സുകാരനായ മകൻ സൗരവുമാണ് ആക്രമണത്തിന് ഇരയായത്. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. ഭർത്താവിനൊപ്പം ചികിത്സയ്ക്കായി ആശുപത്രിയിലെത്തിയതായിരുന്നു സുരഭിയും മകൻ സൗരവും. ആശുപത്രി അങ്കണത്തിൽ വാഹനം പാർക്ക് ചെയ്യുന്നതിനിടെ തെരുവുനായ ഓടിവന്ന് ഇരുവരെയും ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റവർക്ക് കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ തന്നെ ചികിത്സ ലഭ്യമാക്കി. ആശുപത്രി പരിസരത്ത് തെരുവുനായ ശല്യം അതിരൂക്ഷമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രിയുടെ അകത്തും പുറത്തും നായ്ക്കൾ സ്വൈരവിഹാരം നടത്തുകയാണെന്നും പലപ്പോഴും രോഗികളുടെ കട്ടിലിനടിയിൽ വരെ നായ്ക്കൾ കയറിക്കൂടാറുണ്ടെന്നും പരാതിയുണ്ട്. ഏത് സമയത്തും നായ്ക്കളുടെ കടിയേൽക്കുമെന്ന ഭീതിയിലാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ഇവിടെ എത്തുന്നത്. ആശുപത്രി സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നഗരസഭാ അധികൃതർക്ക് നിരവധി തവണ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. വലിയ പ്രതിഷേധങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടും പ്രശ്നപരിഹാരത്തിന് യാതൊരു ഇടപെടലുകളും ഉണ്ടാകാത്തത് രോഗികളിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ചാവക്കാട് പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനായി ഒരുക്കിയ വൈദ്യുതി അലങ്കാരത്തിന്റെ ലൈറ്റുകൾ തകർന്നു വീണു. ആർക്കും പരിക്കില്ല. രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. പള്ളിയുടെ മുൻവശത്തെ നിർമ്മാണത്തിലിരിക്കുന്ന അലങ്കാര ഭാഗമാണ് നിലം പതിച്ചത്. തുടർന്ന് ജീവനക്കാർ എത്തി പുനർനിർമ്മാണം ആരംഭിച്ചു. ഈ വരുന്ന ശനി, ഞായർ ദിവസങ്ങളിലാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്.
കുന്നംകുളം നഗരസഭയുടെ അങ്കണവാടികൾക്കുള്ള കളിപ്പാട്ട വിതരണം നടന്നു. കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ PG ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, ആർഷ ബിജു, വിവിധ കൗൺസിലർമാർ, ICDS ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. കുട്ടികളുടെ സർഗാത്മകതയും വിനോദവും വർദ്ധിപ്പിക്കുന്ന വിവിധ തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 48 അങ്കണവാടികൾക്ക് കൈമാറിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകരുടെ പ്രിയ ടീമുകളായ ബ്രസീലും പോർച്ചുഗലും അപ്രതീക്ഷിതമായി ടൂർണമെന്റിൽ നിന്നും പുറത്തായതോടെ നിരാശയിലായത് ആരാധകർ മാത്രമല്ല, വിപണിയും കൂടിയാണ്. ലോകകപ്പ് സീസൺ ലക്ഷ്യമിട്ട് വലിയ തോതിൽ മുൻകൂട്ടി വ്യാപാരം നടത്തിയ ചെറുകിട കച്ചവടക്കാരുടെ പ്രതീക്ഷകൾക്കാണ് ഇതോടെ ചുവപ്പ് കാർഡ് ലഭിച്ചിരിക്കുന്നത്. വൻകിടക്കാർ ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് പ്രതീക്ഷിച്ചുള്ള ജേഴ്സി, കൊടി, ഫ്ലക്സ്, ഫോട്ടോ തുടങ്ങിയ ലോകകപ്പ് അനുബന്ധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുത്തനെ ഇടിഞ്ഞതായി വ്യാപാരികൾ പറഞ്ഞു. വെറും 2 ദിവസം കൊണ്ടാണ് സജീവമായിരുന്ന വിപണിക്ക് മങ്ങലേറ്റത്. വ്യാപാരികൾ സാധാരണയായി ലോകകപ്പ് മത്സരങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ എന്നീ ടീമുകളുടെ ഉൽപ്പന്നങ്ങൾക്കാണ് വലിയ ആവശ്യക്കാർ ഉണ്ടാകാറുള്ളത്. ടീമുകൾ മുന്നേറുന്നതിനനുസരിച്ച് വിൽപ്പനയും വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി ചെറുകിട വ്യാപാരികളും അച്ചടിശാലകളും മുൻകൂട്ടി സ്റ്റോക്ക് ഒരുക്കുക പതിവാണ്. എന്നാൽ ഈ 2 വൻകിട ടീമുകളും ടൂർണമെന്റിൽ നിന്നും പുറത്തായതോടെ ആരാധകർ അനുബന്ധ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നിന്നും പൂർണ്ണമായി പിന്മാറി. വിറ്റഴിക്കാനാകാതെ കെട്ടിക്കിടക്കുന്ന സ്റ്റോക്കുകൾ വ്യാപാരികളെ വലിയ ആശങ്കയിലാക്കുകയാണ്. തെരുവു കച്ചവടക്കാരും ചെറുകിട അച്ചടിശാലകളും ഉൾപ്പെടെയുള്ള നിരവധി പേർക്ക് വലിയ സാമ്പത്തിക തിരിച്ചടിയായി മാറി. അതേസമയം നിലവിലെ വിപണി മാന്ദ്യത്തിനിടയിലും ക്വാർട്ടറിലേക്ക് പ്രവേശിച്ച സ്പെയിൻ, ബെൽജിയം, മൊറോക്കോ, നോർവേ, ഫ്രാൻസ്, ഇംഗ്ലണ്ട് തുടങ്ങിയ ടീമുകളുടെ കൊടിയും ജേഴ്സിയും അന്വേഷിച്ച് പുതിയ ആരാധകർ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാത്രി നടന്ന അർജന്റീന, ഈജിപ്ത് മത്സരത്തിൽ നിന്നും മിന്നും വിജയം നേടി അർജന്റീന ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയതും പ്രതീക്ഷ നൽകുന്നുണ്ട്. ഫൈനൽ മത്സരങ്ങൾ അടുത്തെത്തുന്നുണ്ടെങ്കിലും വിപണിയിൽ പതിവ് ലോകകപ്പ് ആവേശം ഇപ്പോഴും പ്രകടമല്ല. ശേഷിക്കുന്ന ടീമുകളുടെ പ്രകടനവും ഫൈനൽ പോരാട്ടവും ആശ്രയിച്ചാണ് വ്യാപാരികളുടെ ബാക്കി പ്രതീക്ഷകൾ. എന്നാൽ ഇതിനകം നേരിട്ട വലിയ നഷ്ടം നികത്താൻ പുതിയ ട്രെൻഡ് മതിയാകില്ലെന്ന ആശങ്കയാണ് ചെറുകിട കച്ചവടക്കാർക്കുള്ളത്. ഫിഫ ലോകകപ്പുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി സംരക്ഷണ സന്ദേശം കൈമാറുന്ന 1 ഗോൾ 1 ട്രീ പ്രചരണത്തിൽ കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് സ്കൂൾ വിദ്യാർത്ഥികളും പങ്കാളികളായി. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ ഫാദർ ജേക്കബ് പീനിക്കപ്പറമ്പിൽ CMI, കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് CMI സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വൃക്ഷത്തൈകൾ കൈമാറി. ഓരോ ഗോളിനും ഓരോ വൃക്ഷം നട്ടുപിടിപ്പിക്കുക എന്ന സന്ദേശം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് ഫാദർ ജേക്കബ് പീനിക്കപ്പറമ്പിൽ പറഞ്ഞു. പ്രിൻസിപ്പാൾ ഫാദർ ഡോക്ടർ ജോസ് താണിക്കൽ CMI നേതൃത്വം നൽകി. വിദ്യാർത്ഥികൾ വൃക്ഷത്തൈകൾ ഏറ്റുവാങ്ങി സ്കൂൾ പരിസരത്തും വീടുകളിലും നട്ടുപിടിപ്പിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. ലോകകപ്പിൽ 2 ഗോളിന് പിന്നിൽ നിന്നും അർജന്റീനയുടെ അവിശ്വസനീയ തിരിച്ചുവരവ് ആഘോഷിച്ച് ചാലിശ്ശേരിയിൽ അർജന്റീന ആരാധകർ. പ്രദേശത്തെ GCC മാർവൽ, കൈരളി, ഫ്രണ്ട്സ് അറക്കൽ തുടങ്ങിയ വിവിധ ക്ലബ്ബുകൾ ഒരുക്കിയ വലിയ സ്ക്രീനുകളിൽ അർജന്റീന ഈജിപ്ത് മത്സരം തത്സമയം വീക്ഷിക്കാൻ 100 കണക്കിന് ആരാധകരാണ് എത്തിയത്. അർജന്റീന ആരാധകർക്കൊപ്പം ബ്രസീൽ, പോർച്ചുഗൽ ടീമുകളുടെ ആരാധകരും കളി കാണാൻ എത്തിയതോടെ ക്ലബ്ബുകളിലെ ആവേശം ഇരട്ടിച്ചു. മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ 2 ഗോളിന് പിന്നിലായ അർജന്റീനയെ കാത്തിരുന്നത് കടുത്ത വെല്ലുവിളിയായിരുന്നു. എന്നാൽ പിന്നീട് ഉജ്ജ്വല തിരിച്ചുവരവ് നടത്തിയ ടീം തുടർച്ചയായി 3 ഗോളുകൾ നേടി 32-ന്റെ ആവേശ വിജയം സ്വന്തമാക്കി. അവസാന വിസിൽ മുഴങ്ങിയതോടെ ക്ലബ്ബ് പരിസരങ്ങൾ ആഘോഷവേദികളായി മാറി. ആർപ്പുവിളികളും കരഘോഷങ്ങളും പടക്കങ്ങളുടെ ശബ്ദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ അർജന്റീന ആരാധകർ വിജയം ആഘോഷിച്ചു. മധുര വിതരണവും നടത്തി. തളി നെഹ്റു സ്മാരക വായനശാലയുടെയും ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെയും വരവൂർ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. തളി വായനശാലയിൽ നടന്ന ചടങ്ങ് വരവൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PV വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായി. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് PA ഹമീദ്, യോഗ ഇൻസ്ട്രക്ടർ U കവിത ലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിസാമോൾ VM ക്യാമ്പിന് നേതൃത്വം നൽകി. ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. പ്രമേഹം, രക്തസമ്മർദ്ദം, ഹീമോഗ്ലോബിൻ എന്നിവയുടെ സൗജന്യ പരിശോധനയും ഉണ്ടായിരുന്നു. മാറഞ്ചേരി മൈത്രി വായനശാലയുടെ നേതൃത്വത്തിൽ വായന പക്ഷാചരണ സമാപന സമ്മേളനവും ബഷീർ അനുസ്മരണവും സംഘടിപ്പിച്ചു.
സമാപന സമ്മേളനം ജില്ലാ ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി.വി. മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. ബഷീർ അനുസ്മരണ പ്രഭാഷണം എഴുത്തുകാരിയും അധ്യാപികയുമായ സുബിത നിർവഹിച്ചു. മൈത്രി പ്രസിഡന്റ് കാട്ടിൽ മുഹമ്മദ് കുട്ടി ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ എൻ.കെ. അബ്ദുൽ നാസർ, എം.ടി. നജീബ്, വയോജനവേദി സെക്രട്ടറി ചന്ദ്രഹാസൻ, എ.കെ. അലി, ബഷീർ സിൽസില തുടങ്ങിയവർ സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് ഖാലിദ് മംഗലത്തേൽ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് എ.ടി. അലി സ്വാഗതവും ലൈബ്രറിയൻ സബിത നന്ദിയും പറഞ്ഞു. സെക്രട്ടറി സലാം മലയംകുളത്തേൽ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ രുദ്രൻ വാര്യത്ത്, വഹാബ് മലയംകുളം, അഷ്റഫ് പുച്ചാമം, ഉണ്ണി മാനേരി, രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ബഷീറിന്റെ കൃതി പ്രേമലേഖനം നോവലിന്റെ വായനാസ്വാദന അവതരണം ബാലവേദി അംഗങ്ങൾ അവതരിപ്പിച്ചു. ബഷീർ സിൽസില വായനശാലയ്ക്ക് ഉപഹാരമായി നൽകിയ പുസ്തകങ്ങൾ പ്രസിഡന്റ് ഖാലിദ് മംഗലത്തേൽ ഏറ്റുവാങ്ങി. നാടൻപാട്ട്, ചിത്രരചന, പ്രസംഗ മത്സരം എന്നിവയിൽ പങ്കെടുത്ത മുഴുവൻ ബാലവേദി അംഗങ്ങൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോൺഗ്രസ് സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. DCC ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. സർക്കാരിന്റെ ലഹരിവിരുദ്ധ പദ്ധതിയായ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ബോധവൽക്കരണവും നടത്തി. കോൺഗ്രസ് സേവാദൾ ജില്ലാ പ്രസിഡന്റ് PD റപ്പായി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ആൻഡോ ജേക്കബ്, ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായ അർച്ചന അശോക്, വൈസ് പ്രസിഡന്റ് ഷൈജു പേരാമംഗലം, ഉല്ലാസ്, ജിമ്മി കിഴക്കുന്തല, സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിമാരായ ബാബു ജോസഫ്, ജോസഫ് TJ, ഡിജോ ആർ പുത്തൂക്കര, ഉല്ലാസ് നാട്ടിക തുടങ്ങിയവർ സംസാരിച്ചു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ കുന്നംകുളം ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ ഫിൽറ്റർ സമർപ്പിച്ചു. CGPA കുന്നംകുളം ബ്രാഞ്ച് പ്രസിഡന്റ് PC ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് പരമേശ്വരൻ, CGPA അംഗങ്ങളായ T. അംബുജാക്ഷൻ, PI സുബ്രഹ്മണ്യൻ, M. സുധാമാരാർ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപികരായ അമ്പിളി സ്വാഗതവും ബീന നന്ദിയും പറഞ്ഞു. സെൻട്രൽ ഗവൺമെന്റ് പെൻഷനേഴ്സ് അസോസിയേഷൻ നടപ്പാക്കി വരുന്ന സമൂഹത്തിൽ വയോജനങ്ങളുടെ ദൗത്യം എന്ന പദ്ധതി പ്രകാരമാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾക്കായി വാട്ടർ ഫിൽറ്റർ നൽകിയത്. മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപകൻ കാട്ടുമങ്ങാട്ടെ അബ്രഹാം മാർ കുർലോസ് വലിയ ബാവയുടെ 224-ാം ഓർമ്മ പെരുന്നാൾ വ്യാഴം വെള്ളി ദിവസങ്ങളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ 9 വ്യാഴാഴ്ച രാവിലെ 7:15 വിശുദ്ധ കുർബാനയോടെ ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന് തുടക്കമാകും. അന്നേ ദിവസം വൈകിട്ട് 3:45 കുന്നംകുളം സെന്റ് തോമസ് കുന്നത്തെ പള്ളിയിൽ നിന്നും തൊഴിയൂരിലെ ബാവയുടെ ഖബറിങ്കലേക്ക് പദയാത്രയുമുണ്ടാകും. 5 മണിക്ക് അഞ്ഞൂർ മാർ ബഹനാൻ ചാപ്പലിൽ നിന്നും ഘോഷയാത്ര, 6 മണിക്ക് അനുസ്മരണ സമ്മേളനം എന്നിവ ഉണ്ടാകും. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ഡോക്ടർ സാമുവൽ മോർ തെയോഫിലോസ് മെത്രാപ്പൊലിത്ത ഉദ്ഘാടനം ചെയ്യും. മോർ ഔഗിൻ കുര്യാക്കോസ് മെത്രാപ്പൊലിത്ത മുഖ്യപ്രഭാഷണം നിർവഹിക്കും. തുടർന്ന് 7 മണിക്ക് പെരുന്നാൾ സന്ധ്യാ നമസ്കാരം, ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, കൈമുത്ത്, ആശീർവാദം, അത്താഴ സദ്യ എന്നിവയും നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ ഒമ്പതിന്മേൽ കുർബാന, തുടർന്ന് മാർ ബഹനാൻ ചാപ്പലിലേക്ക് പ്രദക്ഷിണം, ധൂപപ്രാർത്ഥന, ശ്ലൈഹിക വാഴ്വ്, കൈമുത്ത്, തുടർന്ന് പൊതുസദ്യ എന്നിവയും ഉണ്ടാകുമെന്ന് സഭാ വൈദിക ട്രസ്റ്റി ഫാദർ തോമസ് കുര്യൻ, ആത്മായ ട്രസ്റ്റി ഗീവർമാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് പി മാത്യു, ഓർമ്മ പെരുന്നാൾ ആഘോഷ കമ്മിറ്റി ചെയർമാനും ഇടവക വികാരിയുമായ ഫാദർ ബെന്യാമിൻ ചിറ്റ്ലപ്പള്ളി, ജനറൽ കൺവീനറും ഇടവക സെക്രട്ടറിയുമായ ജോഷി ജോസ് തുടങ്ങിയവർ അറിയിച്ചു. മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ സ്ഥാപക പിതാവായ പരിശുദ്ധ അബ്രഹാം മാർ കുർലോസ് ബാവയുടെ ഓർമ്മ പെരുന്നാൾ അത് 224-ാമത് ഓർമ്മ പെരുന്നാളായി വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ജൂലൈ 9, 10 തീയതികളിലെ മലബാർ സ്വതന്ത്ര സുറിയാനി സഭയുടെ ആസ്ഥാനമായ തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസൻ ദേവാലയത്തിൽ പൂർവാധികം ഭക്തിയാദരപൂർവ്വം ആഘോഷിക്കുന്നുണ്ട്. സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത മനസ്സുകൊണ്ട് പെരുന്നാളിൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നതായിരിക്കും. നാളെ വൈകിട്ട് പരിശുദ്ധ കുറിച്ചുള്ള അനുസ്മരണ സമ്മേളനവും കൂടെ ഭദ്രാസൻ ദേവാലയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ചാവക്കാട് പുന്ന ഹിന്ദു സേവാ സമാജത്തിന്റെ നേതൃത്വത്തിൽ SSLC, +2, ഡിഗ്രി, PG ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും വിതരണം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് KR മോഹനൻ അധ്യക്ഷത വഹിച്ചു. സമാജം സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ, MP സുധീർ, MK രവി, CK ബാലകൃഷ്ണൻ, EV ശശി, PC വേലായുധൻ, PG പ്രദീപ്, MS ഷിജു തുടങ്ങിയവർ സംസാരിച്ചു.
ഗുരുവായൂർ ദേവസ്വം കീഴടമായ കുന്നംകുളം തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠയും കർപ്പൂരാദി നവീകരണ സഹസ്ര കലശവും ജൂലൈ 8 മുതൽ 18 വരെയുള്ള ദിവസങ്ങളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ആചാര്യവരണം, മുളയിടൽ, പ്രസാദശുദ്ധി, അസ്ത്രകലശപൂജ, രക്ഷോഘ്നഹോമം, വാസ്തുഹോമം, മാസ്തകലശപൂജ, വാസ്തുബലി, വാസ്തുകലശാഭിഷേകം, അത്താഴപൂജ തുടങ്ങിയ ചടങ്ങുകളോടെയാണ് പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് തുടക്കമാവുക. 11 ദിവസങ്ങളിലായി നടക്കുന്ന പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രിമാരായ കരകന്നൂർ വടക്കേടത്ത് നാരായണൻ നമ്പൂതിരി, വാസുദേവൻ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആലുവ തന്ത്രവിദ്യാപീഠം പ്രിൻസിപ്പൽ പി ബാലകൃഷ്ണ ഭട്ടിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ പ്രമുഖ താന്ത്രികാചാര്യന്മാർ, വൈദിക ശ്രേഷ്ഠന്മാർ തുടങ്ങിയവർ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കും. പ്രധാന പ്രതിഷ്ഠയായ ശിവനു പുറമെ സ്വയംഭുവായ ശിവനുമുള്ള കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് തലക്കോട്ടുകര ശിവക്ഷേത്രം. പ്രതിഷ്ഠയായ ശിവനും സ്വയംഭുവായ ശിവനും പ്രത്യേകമായാണ് പുനഃപ്രതിഷ്ഠ, കർപ്പൂരാദി നവീകരണ സഹസ്രകലശ ചടങ്ങുകൾ നടക്കുക. ജൂലൈ 18 ശനിയാഴ്ച സമാപന ദിവസം രാവിലെ മുതൽ ഗണപതി ഹോമം, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, ഉഷപൂജ, സഹസ്രകലശം, പരികലശാഭിഷേകം, വലിയപാണി ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ സ്വയംഭൂ ശിവനായും, നടതുറക്കൽ, കണികാണിക്കൽ, തൈലാഭിഷേകം, വാഗചാർത്ത്, പ്രോക്തശാന്തി ശൈലാഭിഷേകം, പാണി തത്വകലശാഭിഷേകം, കർപ്പൂരാദി പരികലശാഭിഷേകം, വലിയപാണി കുംഭേശകലശാഭിഷേകം, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, പ്രസാദ വിതരണം, ശ്രീഭൂതബലി എന്നീ കർമ്മങ്ങൾ പ്രതിഷ്ഠയായ ശിവനായും നടത്തും. സമാപന ദിവസം രാവിലെ 11 മണി മുതൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവുമുണ്ടാകും. 63 വർഷങ്ങൾക്കു ശേഷം ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്കുള്ള ചെലവുകൾ വഹിക്കുന്നത് ഗുരുവായൂർ ദേവസ്വമാണ്. ക്ഷേത്രമേൽശാന്തിമാരായ VM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ER അജിത് നമ്പൂതിരി എന്നിവർ ചടങ്ങുകളിൽ സഹകാർമ്മികരാകും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളായ PK സുനിൽ, TR സജീവ്, മാധവ മേനോൻ, PM പ്രദീപ് എന്നിവർ പങ്കെടുത്തു. സമത കുന്നംകുളം ഈസ്റ്റ് വെസ്റ്റ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭയ്ക്ക് കീഴിലുള്ള 24ഓളം ടീമുകൾ മാറ്റുരച്ച പോരാട്ടത്തിൽ ശ്രീമുരുകൻ ചെമ്മണ്ണൂർ 1ാം സ്ഥാനവും നൻപൻ സ്റ്റോവന്നൂർ 2ാം സ്ഥാനവും റെഡ് ആർമി ഇഞ്ചിക്കുന്ന് 3ാം സ്ഥാനവും നേടി. വനിതകളുടെ സൗഹൃദ മത്സരവും ടൂർണമെന്റിന് മാറ്റേകി. ആവേശോജ്വലമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ നിരവധി കായിക പ്രേമികൾ എത്തിയിരുന്നു. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള തൃശൂർ മേര യുവ ഭാരതിന്റെയും തളി നെഹ്റു സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാർ നടത്തി. തളി വായനശാലയിൽ വരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം PV വാപ്പുട്ടി ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് AV ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. വായനശാല സെക്രട്ടറി CK വിനോദ്, വൈസ് പ്രസിഡന്റ് TPA ഹമീദ്, യോഗ ഇൻസ്ട്രക്ടർ കവിത ലക്ഷ്മി U, ധന്യ പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിലെ പ്രിവന്റീവ് ഓഫീസർ P രതീഷ് ക്ലാസ് എടുത്തു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുക്കലും ഉണ്ടായിരുന്നു. പുത്തൻകടപ്പുറം GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സ്കൂൾ തലത്തിൽ നടത്തിയ ആലിഫ് അറബിക് ടാലന്റ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കായുള്ള സമ്മാനദാനം നടന്നു. UP വിഭാഗത്തിൽ യഥാക്രമം മുഹമ്മദ് ഷയാൻ, നവീദ്, റിസ്വാൻ, ഷഹസാൻ, ഫർഹ എന്നിവരും, LP വിഭാഗത്തിൽ ഷഹസാന, റെയ്ഹ ഫാത്തിമ, ബിലാൽ, തൻഹ, ഗാസി എന്നിവരും വിജയികളായി. പ്രധാനാധ്യാപിക PK റംല ബീവി അനുമോദന പ്രസംഗം നടത്തി. അറബിക് അധ്യാപകൻ MK അബ്ദുൾ സലീം, ലീഡർ ഉമ്മുൽ ഹയ തുടങ്ങിയവർ നേതൃത്വം നൽകി. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് അസോസിയേഷൻ ചാലിശ്ശേരി യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് O രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് NA സെയ്ദ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പരമേശ്വരൻ മാസ്റ്റർ, PB സുനിൽകുമാർ, TK മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ കർക്കിടക വാവ് ബലി തർപ്പണം ഓഗസ്റ്റ് 12 നടത്തും. രാവിലെ 11:30 മുതൽ റോച്ചസ്റ്ററിലെ മെഡോ നദീ തീരത്താണ് അഭിജിത്ത് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരമ്പരാഗത രീതിയിൽ ബലിതർപ്പണ ചടങ്ങ് നടത്തുക. ബലിതർപ്പണത്തിന് ശേഷം ഭക്തജനങ്ങൾക്ക് തിലഹവനം, പിതൃപൂജ, സായുജ്യ പൂജ, സുകൃതഹോമം തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും.
വടക്കേ വെളിയില്ലം വിഷ്ണുരവി തിരുമേനിയുടെ കാർമ്മികത്വത്തിൽ തിലഹവനവും താഴൂർമന ഹരിനാരായണൻ തിരുമേനിയുടെ മേൽനോട്ടത്തിൽ സായുജ്യ പൂജയും സുഹൃതഹോമവും നടക്കും. ബലിതർപ്പണത്തിനു ശേഷം ഭക്തജനങ്ങൾക്ക് കെന്റ് അയ്യപ്പ ക്ഷേത്രത്തിൽ ക്ഷേത്ര ദർശനം നടത്താനും വഴിപാടുകൾ നടത്താനും അവസരം ലഭിക്കും. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,245 രൂപ, പവന് 1,05,960 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 245 രൂപ. ചരമം മറ്റം ഇമ്മട്ടി വർഗീസ് നിര്യാതനായി 67 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 9:30 സെന്റ് തോമസ് ഫൊറോന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. അൽഫോൺസ ഭാര്യയും ജെമി വർഗീസ്, ജെബി വർഗീസ് എന്നിവർ മക്കളുമാണ്. പാറന്നൂർ എടക്കളത്തൂർ റിട്ടയർഡ് റവന്യൂ വകുപ്പ് ജീവനക്കാരൻ ജെയ്സൺ നിര്യാതനായി 59 വയസ്സായിരുന്നു. സംസ്കാരം പാറന്നൂർ സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ നടത്തും. മേഴ്സി ഭാര്യയും ജിൽഷ, ജ്യോതിഷ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേപ്പുറം പുലിക്കോട്ടിൽ പരേതനായ അപ്പാപ്പുവിന്റെ മകൻ ജോൺസൺ നിര്യാതനായി 60 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. ഓമനയാണ് ഭാര്യ. ജിസ്നി, ജിഷ്മ എന്നിവർ മക്കളാണ്. ആർത്താറ്റ് പരേതനായ പൂവത്തിങ്കൽ അന്തോണി മകൻ തോമസ് നിര്യാതനായി 73 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് ഹോളിക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടത്തി. പരേതയായ ബേബി ഭാര്യയും ടിൻസി മകളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദുരന്തത്തിൽ സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു. സാങ്കേതിക നിയമപരിശോധനയും പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോഴുള്ള നിബന്ധനകൾ കമ്പനി പാലിച്ചോ എന്നതിലുള്ള പരിശോധനയും നടത്തുമെന്ന് മുഖ്യമന്ത്രി. മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് 3 മരണങ്ങൾ. 5 പേരെ കാണാനില്ല. മരിച്ചവരുടെ മൃതദേഹങ്ങൾ വ്യോമമാർഗം നാട്ടിലെത്തിക്കും. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ അമ്മയ്ക്കും മകനും തെരുവുനായുടെ ആക്രമണത്തിൽ പരിക്ക്. ആർത്താറ്റ് സ്വദേശികളായ 37 വയസ്സുകാരി സുരഭിയും 12 വയസ്സുകാരനായ മകൻ സൗരവുമാണ് ആക്രമണത്തിന് ഇരയായത്. ഇന്നലെ രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. തെരുവുനായ ശല്യം പരിഹരിക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ആക്ഷേപം. പിതാവ് ജ്യൂസിൽ എലിവിഷം നൽകിയതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന 7 വയസ്സുകാരി മരിച്ചു. ഭാര്യ ഉപേക്ഷിച്ചു പോയതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് മക്കൾക്ക് ജ്യൂസിൽ എലിവിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഇരയായ 7 വയസ്സുകാരി ഹൃതികയാണ് മരിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.